മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്ന അല്ലെങ്കിൽ ഒഴുക്കുന്ന മേഖലകളിലൊന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണെന്ന് തോന്നുന്നുണ്ടോ? സിനിമയ്ക്ക് ഒരുപാട് കാശ് വേണം. പക്ഷേ അങ്ങനെ ഒരുപാട് കാശ് മുടക്കി കിടക്കുന്ന ഒരു പ്രോഡക്റ്റ് വിറ്റിട്ട് അതിനകത്തൊരു ലാഭം കിട്ടണ്ടേ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനിപ്പോൾ ഈ സിനിമ ഇത് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഈ വർഷം കഴിയുകയാണല്ലോ. 2024 എത്ര സിനിമകൾ ഇറങ്ങിയെന്നറിയാം? എണ്ണം അറിയില്ല. ഒന്ന് ഊഹിച്ച്. ഒരു 200 താഴെ ആയിരിക്കും. 100 താഴെയല്ല. നമ്മളിപ്പോൾ ഇന്നലെ ഇറങ്ങി, കഴിഞ്ഞ ദിവസം ഇറങ്ങി, ഇന്നലെ ആയിരുന്നു അല്ലേ ഇറങ്ങിയ ബറോസ് ഉൾപ്പെടെ 207 സിനിമകൾ ഇറങ്ങി. 207 മോഹൻലാലിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ബറോസ് ഉൾപ്പെടെ 207 സിനിമകൾ. അതായത് 2023 222 സിനിമകളായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരു 15 സിനിമ കുറവാണെന്ന് പറയാം. പക്ഷേ ഒരു വർഷം 365 ദിവസമാണ് അല്ലേ ഉള്ളത്. അതെ, 365 ദിവസത്തിൽ 207 ദിവസവും സിനിമകൾ ഇറങ്ങി എന്ന് വേണം പറയാം. അങ്ങനെ 207 സിനിമകൾ എന്ന് പറയുമ്പോൾ ഇതിലെത്ര വിജയിച്ചു എന്നറിയാം? ലാഭം ഉണ്ടാക്കിയ സിനിമകൾ 22 സിനിമകൾ മാത്രമാണ്. 207 എണ്ണത്തിന് മുതൽ മുടക്കിയപ്പോൾ 22 എണ്ണം, 10% അല്ലേ? അതെ, മാത്രം സിനിമകൾ വിജയിക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഇത് 2022 ഇത് തന്നെയാണ് കണക്ക്. എന്നിട്ട് പിന്നെയും സിനിമ ഇറങ്ങുന്നുണ്ട്. ഇത് ഒരു കച്ചവടം, ഒരു സ്ഥലത്ത് ഒരു കച്ചവടം നടത്തി, ആ കച്ചവടം പരാജയമാണ് എന്ന് കഴിഞ്ഞാൽ പിന്നെയും ആളുകളാകെ രംഗത്ത് വീണ്ടും കച്ചവടമായിട്ട് വരുന്നുണ്ട്. കച്ചവടം സിനിമയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു പെട്ടിക്കട നടത്തി, നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടൽ നടത്തി, ആ ഹോട്ടൽ പൊളിഞ്ഞു പോയി. വീണ്ടും ഒരാൾ വന്ന് നടത്തി, ആ ഹോട്ടലും പൊളിഞ്ഞു പോയി. വീണ്ടും ഒരാൾ നടത്തി, ആ ഹോട്ടലും പൊളിഞ്ഞു പോയി. ഇനി നാലാമതൊരാൾ വീണ്ടും വന്ന് നടത്തുമോ? നടത്തില്ല, ഒരിക്കലും നടത്തില്ല. നടത്താൻ വേണ്ടത് അയാൾ അതിൻ്റെ മൊത്തത്തിലുള്ള രീതിയൊക്കെ മാറ്റി ആദ്യത്തെ 3 കൂട്ടർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ച് അവിടുത്തെ മെനു ഒക്കെ പരിഷ്കരിച്ച് അവിടുത്തെ ആംബിയൻസ് മാറ്റി അവിടെ സെർവ് ചെയ്യുന്ന രീതികളൊക്കെ മാറ്റിയിട്ട് പുതിയ തരത്തിലൊരു കട തുടങ്ങി നോക്കിയാൽ ചിലപ്പോൾ വിജയിക്കുമായിരിക്കും. അതിജീവിക്കാൻ പറ്റുമെന്ന് ശ്രമം ഒരു ശ്രമം നടത്തും. പക്ഷേ മലയാള സിനിമയിൽ മാത്രം ഇത് നടക്കുന്നില്ല. ഒരു സിനിമ നടക്കുന്നു, ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ അന്തപ്പെടും. എന്ത് സിനിമയാണ് ഇത്, എന്ത് തിരക്കഥ, എന്ത് സംവിധാനം, ആരുടെ ഇതിന് കാശ് മുടക്കിയത്? ഉറപ്പായിട്ട് അഭിനയിക്കുന്ന ആളുകളുടെ ഒരു രീതി, ഇതിന്റെ കഥ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇഴഞ്ഞിട്ടേ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നിട്ടും ആ സിനിമകൾ വരുന്നില്ല അല്ലേ? അതെ, അതേ പാറ്റേണിൽ തന്നെ. അപ്പോൾ നമുക്ക് ചോദ്യം, ഇതിനൊക്കെ ആര് പൈസ മുടക്കുന്നു? കുറെ പൈസ മുടക്കിയാലേ പറ്റുള്ളൂ. 2-3 കോടി രൂപ ഇല്ലാതെ ഒരു സിനിമ ഇറങ്ങത്തില്ല. അതെ, ഇനിയിപ്പോൾ ചില സിനിമകൾക്ക് തിയേറ്ററിന് കാശ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഓടിക്കുന്നത്. ഇപ്പോൾ സിനിമകളെ സംബന്ധിച്ചിപ്പോൾ ഈ 207 സിനിമകൾ, ബറോസിനെ കുറിച്ചും, ബറോസ് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രധാനമായും ലക്ഷ്യമാക്കി ഇറക്കിയ ഒരു സിനിമയാണ്. 3D ഒക്കെയാണ്. 3D ഒക്കെ കൊള്ളാം, എന്നാലും ഒരുപാട് പരിമിതികൾ ആ സിനിമയ്ക്ക് ഫീൽ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പൊതുവിൽ പറയുന്നത്. കാരണം അത് മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു 6-7 വർഷത്തിനിടയ്ക്ക് ഒരു വലിയ ഹിറ്റ് എന്ന് പറയാവുന്നൊരു സിനിമയിലേക്ക് വന്നിട്ടില്ല. ഇതാണ് വലിയ കൂറ്റൻ സിനിമയാണ് ബറോസ്. പക്ഷേ അതിൻ്റെ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ, അവധിക്കാലമാണ്, കുട്ടികൾക്ക് വേണ്ടുന്നൊരു സിനിമ എന്ന തരത്തിൽ ആ സിനിമയെ വിഭാവനം ചെയ്തൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും ആ സിനിമ അത്രത്തോളം എൻഗേജിങ് ആണോ എന്നൊരു സംശയം പൊതുവിൽ പറയപ്പെടുന്നുണ്ട്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും മാത്രമല്ല, വളരെ രസകരമായ കൗതുകകരമായ ഒരു കഥയൊക്കെയാണ് പറയുന്നത്. 3Dയുടെ പ്രസൻറ്റേഷനൊക്കെ വളരെ ടെക്നിക്കൽ സൈഡിൽ സിനിമ വളരെ നന്നായിരിക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ലാലിൻ്റെ സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല നമ്മളിരിക്കുന്നത്. നമ്മൾ സിനിമാ രംഗത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച്. അതായത് ഇപ്പം 207 സിനിമകളിൽ 22 സിനിമകളിൽ മാത്രമേ ലാഭം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ കൂട്ടിയാലും ഒരു സിനിമയ്ക്ക് 5 കോടി എന്ന് വെച്ച് കണക്കാക്കി, 5 അല്ല, മിനിമം നഷ്ടം 1000 കോടി രൂപയാണ്. ഇൻഡസ്ട്രി സിനിമയിൽ, മലയാള സിനിമയിൽ മിനിമം നഷ്ടം 1000 കോടി രൂപയാണ്. ഇപ്പോൾ നോക്കൂ, 100 കോടി സിനിമ കിട്ടിയ സിനിമ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സാണ് അല്ലേ? സൂപ്പർ ഹിറ്റ് ലിസ്റ്റിൽ ഒരു 11 സിനിമകളുണ്ട് ഈ 22 സിനിമകളിൽ. പക്ഷേ ഇത് എല്ലാ സിനിമകളും ഒരു ദയനീയമായ ഒരവസ്ഥയിലാണ് മഹാഭൂരിപക്ഷം സിനിമകളിലും പോയത്. അപ്പോൾ ഈ സൂപ്പർ ഹിറ്റ് 11 സൂപ്പർ ഹിറ്റ് സിനിമകളിൽ 8 സൂപ്പർ ഹിറ്റ് സിനിമകളും യുവ സംവിധായകരുടേതായിരുന്നു. അപ്പോൾ സിനിമയുടെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ചെയ്യുന്ന സിനിമകൾക്ക് കൂടുതൽ വിപണന സാധ്യത ഉണ്ട് എന്ന് തെളിയുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ സിനിമ ഈ 1000 കോടിയൊക്കെ നഷ്ടം ഈ വർഷവും ഉണ്ടായി എന്നതുകൊണ്ട് അടുത്ത വർഷം സിനിമ നിർമ്മിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കണം.
അതില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഈ എനിക്കതിപ്പോഴും മനസ്സിലാകാത്ത കാര്യം അതാണ്. കാരണം അതിപ്പോൾ ഈ ക്യാമറ, ഒരു സിനിമ ഷൂട്ടിൻ്റെ ക്യാമറ അത് ചിലപ്പോൾ വാടകയ്ക്ക് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ക്യാമറ വാടകയ്ക്ക് എടുക്കുന്നതും കാരവൻ വേണമെങ്കിൽ അത് വാടകയ്ക്ക് എടുക്കുന്നത്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാടക എടുക്കുന്നത് കൃത്യമായി പൈസ കൊടുത്തിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. അല്ലാതെ പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ. മെസ്സ് എത്ര പേർക്കുള്ള ഭക്ഷണം അല്ലേ, ഇതെല്ലാം കൃത്യമായിട്ട് പൈസ കൊടുത്ത് പോകുന്നു. ഇതിൻ്റെ അതെ, ആർട്ടിസ്റ്റുകളുടെ പൈസ. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് ആദ്യം ഒരു ദിവസം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് മിനിമം 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം ഒരു ദിവസം അല്ലേ? 30 ദിവസം 40 ദിവസമാണ്. അപ്പോൾ 2 കോടി രൂപ ഷൂട്ടിംഗ് ചെലവ് മാത്രം വരും. അപ്പോൾ ഈ പൈസയൊക്കെ മുൻകൂർ കൊടുക്കാതെ നാളെ അടുത്ത ദിവസം ഭക്ഷണം കിട്ടില്ലല്ലോ. എന്തായാലും അടുത്ത ദിവസം ക്യാമറ അവർ തന്നയക്കില്ല, ക്യാരവൻ വിട്ടു തരില്ല. അപ്പോൾ ഇതിനെല്ലാം പൈസ കൊടുത്ത് പോകുന്നത് ആത്യന്തികമായി ഒരു ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ അവർക്ക് തന്നെ അറിയില്ല ഈ കഥയും തിരക്കഥയും ദുർബലമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സംവിധാനം ശരിയല്ലെങ്കിൽ ഇത് വിചാരിച്ചൊരു ഫലത്തിലേക്ക് പോകില്ല എന്ന്. എന്നിട്ടും വീണ്ടും ആളുകൾ തുനിഞ്ഞിറങ്ങുന്നതിൻ്റെ അതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തെ അതിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ സിനിമയോട് ചോദിച്ചത്. സിനിമ അറിയാമെന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ ആളുകൾക്ക് പൈസ അങ്ങ് പൊക്കോട്ടെ എന്നായിരിക്കും. അതെങ്ങനെയാണ് പറ്റുക? അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ പലതരം സാധ്യതകളുണ്ട്. ഒന്ന് ഡ്രഗ്സിൻ്റെ സാധ്യത, പിന്നെ സെക്സിൻ്റെ സാധ്യത ആണല്ലോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പറഞ്ഞത്. സംവിധായകർ മാത്രമല്ല, നിർമ്മാതാക്കൾക്കും ചില ഇത്തരം താല്പര്യങ്ങൾ. പണ്ടൊരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പഴയകാല നായികയോട് പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. അന്നൊന്നും ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് അന്നത്തെ നായികയെ വെച്ച് ഇന്നൊരു സിനിമ ചെയ്തു, അഭിലാഷ പൂർത്തീകരണത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന കഥയുണ്ട്. ഏത് നായികയെക്കുറിച്ചാണെന്ന് എനിക്കറിയില്ല, ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ചില ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് പിന്നെ വലിയ കാശുകാരനായി തിരിച്ചു വന്ന് പണ്ടത്തെ ആഗ്രഹ പൂർത്തീകരണം നടപ്പാക്കുന്ന ചില ആളുകളുണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ വേറെ ചില ആളുകൾ സിനിമ പിടിക്കുന്നതേ ഇതിനാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത സത്യം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അത്തരം താല്പര്യങ്ങൾ. പിന്നെ മറ്റൊന്ന്, വേണമെങ്കിൽ എനിക്കൊരു ഞാനൊരു സിനിമ മുതലാളിയാണ് എന്ന് ഭാവിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, ഒരുപാട് പൈസ വന്ന് മറിയുന്ന മേഖലയാണ്. പൈസ മറിയുക എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും വൈറ്റ് മണിയിലാണോ ചെയ്യുന്നത്, എല്ലാ ട്രാൻസാക്ഷനും ബാങ്ക് വഴിയാണോ നടത്തുന്നതൊക്കെ ചോദിച്ചാൽ ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. ഏതായാലും സിനിമ മേഖലയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും മുതൽ മുടക്കാൻ ആളുകൾ വരുന്നുണ്ട്. അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ 100 കോടി കളക്ട് ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള സിനിമയുണ്ടല്ലോ, ആ സിനിമയുടെ വിജയത്തിന് ശേഷം ED പുറകെ ഉണ്ട്, ഇൻകം ടാക്സ് പുറകെ ഉണ്ട്. എന്താണ് 70 കോടിയോളം തിരിമറി നടത്തി എന്നാണ് പറയുന്നത് അല്ലേ? അതെ. അപ്പോൾ പണം ഇടപാടുകൾ വല്ലാതെ നടക്കുന്ന, തിരിമറികൾ നടക്കുന്ന, അല്ലെങ്കിൽ കള്ളപ്പണം ഉണ്ടായതുകൊണ്ടാണ് EDയും IT ഒക്കെ പിന്നാലെ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ പിന്നാലെ അത് നിർമ്മിച്ച നടനായ ആളുടെ പറവ ഫിലിംസിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുന്നത്. അത് സിനിമയിലൊക്കെ വലിയ നിഷ്കളങ്കരായി അഭിനയിക്കുന്ന ഒരു കഥാപാത്രം, ആ നിഷ്കളങ്ക മുഖഭാവമുള്ള ഒരു നടൻ, അയാളെയാണ് സമീപകാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് രാജ്യത്തെ 2 അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അതൊന്നും വലിയ വാർത്തയല്ല. നമ്മുടെ നാട്ടിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് തമിഴ്നാട്ടിലൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ആ തിയേറ്ററിൽ പോലും അധികം ആളില്ല, പക്ഷെ ആ തിയേറ്ററിൽ നിന്നൊക്കെ വലിയ ഹൗസ്ഫുൾ ആണെന്നുള്ള രീതിയിൽ കളക്ഷൻ വരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ അല്ലേ? കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നല്ല സിനിമ അല്ല മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് വരുമാനം വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പോൾ രജനീകാന്തിൻ്റെ സിനിമയാണെങ്കിലും നല്ലതാണെങ്കിലും ആളുകൾ പോയി കാണുള്ളൂ. അല്ലാതെ ചില സിനിമകൾ ഇവിടുന്ന്, ഇന്ത്യൻ സിനിമകളിൽ ചില സിനിമകൾ നേരെ ചൈനയിൽ പോകുന്നു, ചൈനയിൽ നിന്ന് 1000 കോടി കിട്ടുന്നു. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോയ സിനിമ 1000 കോടി കിട്ടുമെന്ന് പറഞ്ഞു. ഇത് 1000 കോടി ചൈനയിൽ നിന്ന് കിട്ടിയതായി കണക്കുണ്ടാവുന്നു, എന്നിട്ട് 1000 കോടി ഇവിടെ വരുന്നു. അപ്പം കണക്കുകൾ വേണം കുറേ അല്ലേ? കണക്കുകൾ വേണം. കുറേ കണക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിനിമ നിർമ്മിക്കുന്നു, സിനിമയുടെ റവന്യൂ. ഒരു മലയാളത്തിലൊരു സിനിമ ഇപ്പം 100 കോടി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു, 100 കോടി 10 ദിവസം കൊണ്ട് 100 കോടി എന്നൊക്കെ പോസ്റ്റർ ഒട്ടിച്ചു. അവസാനം ED വേറെ ഏതോ സിനിമയെ റെയ്ഡ് നടത്തിയപ്പോൾ പിറ്റേ ദിവസം പോസ്റ്റർ മാറി 30 കോടിയായിട്ട് കുറഞ്ഞു. ഒരു വലിയ സിനിമയാണ്. അതെ, പക്ഷെ അപ്രതീക്ഷിതമായി ചില സിനിമകൾ വിജയിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രേമലു എന്ന് പറയുന്നത് നമുക്ക് നല്ല നായികയൊന്നും അല്ല, എങ്കിൽ പോലും ആ പടം വിജയിച്ചു. അപ്പോൾ ഈ വിജയിക്കാത്ത പടത്തിന് വേണ്ടി പണം മുടക്കുന്നവർ, വീണ്ടും ഇത്തരം പണം മുടക്കാൻ തയ്യാറായി വരുന്നവർ, ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു ദുരൂഹമായ കാര്യമുണ്ട്. കാരണം ഇപ്പം നേരത്തെ ഉണ്ടല്ലോ, സിനിമ ഇറങ്ങും മുമ്പ് സാറ്റലൈറ്റ് പോകുമായിരുന്നു, OTT പോകുമായിരുന്നു, ഓവർസീസ് പോകുമായിരുന്നു. അതിനൊക്കെ പ്രത്യേകം പൈസ, അതിനൊക്കെ പൈസ ഉണ്ടായിരുന്നു. ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ OTT കച്ചവടം നടക്കുമായിരുന്നു. 5-8 കോടി രൂപയ്ക്കൊക്കെ OTTക്കൊക്കെ പോയ സിനിമകളുണ്ട്. അതുപോലെ ചാനലുകൾ എടുക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ആ സിനിമ
ഈ പ്രഖ്യാപിച്ച് റിലീസാകുമ്പോൾ സിനിമ മേടിച്ചു കഴിഞ്ഞാൽ ചില സിനിമകൾ തിയേറ്ററിൽ 8 നില പൊട്ടിയതോടി ഈ OTT കച്ചവടം അങ്ങ് അവസാനിപ്പിച്ചു. സിനിമ ഇറങ്ങി അതിൻ്റെ ഇനിഷ്യൽ പുള്ളിങ് നോക്കിയിട്ട് മാത്രമേ ഇപ്പോൾ OTT സാറ്റലൈറ്റ് കച്ചവടങ്ങൾ നടക്കുന്നുള്ളൂ. അതായത് സിനിമ ഇറങ്ങും മുമ്പ് തന്നെ സിനിമ നിർമ്മിച്ച കാശ് കയ്യിലേക്ക് വരുന്ന അവസ്ഥ മാറി. കഴിഞ്ഞ 1 വർഷമായി മാറി. ഈ കഴിഞ്ഞ 1 മാസമല്ല, 1 വർഷമായി മാറിയിട്ടുമാണ് ഇത്രയും നിർമ്മാതാക്കൾ ഈ സിനിമ എടുക്കാൻ വരുന്നത്. അടുത്ത വർഷം നോക്കൂ, ഇത് തന്നെ വരും. ഇപ്പോൾ ഇപ്പോൾ നിർമ്മാതാക്കളുടെ സൈഡിൽ നിന്ന് പറയുന്നത് ഈ OTT സാറ്റലൈറ്റ് റേറ്റൊക്കെ വല്ലാതെ കുറഞ്ഞു, അതുകൊണ്ടൊന്നും സിനിമ സേഫ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടും മുമ്പൊക്കെ ഈ സാറ്റലൈറ്റും OTTയും കൂടെ കിട്ടത്തില്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഫലം കൂട്ടണം എന്ന് പറഞ്ഞ താരങ്ങൾ ആ വഴി അടഞ്ഞിട്ടും അവരുടെ പ്രതിഫലം കുറയ്ക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഈ ചായയുടെ കാര്യമാണ്. പഞ്ചസാരയ്ക്ക് വില കൂട്ടുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ ചായക്കടയ്ക്ക് 1 രൂപ കിട്ടും, 1-2 രൂപ കിട്ടും. ഇനി പഞ്ചസാര വില പിന്നെ കുറഞ്ഞാലും അത് കുറയത്തില്ല, അതവിടെ നിൽക്കും. എന്ന് പറഞ്ഞ പോലെ OTT സാറ്റലൈറ്റ് റവന്യൂ ഉണ്ട്, അതുകൂടെ കിട്ടുമല്ലോ എന്ന് കരുതി നിരക്ക് കൂട്ടിയ താരങ്ങൾ ഇപ്പോഴും ആ സ്കോപ്പ് അവസാനിച്ചിട്ടും നിരക്ക് കുറയ്ക്കുന്നില്ല, താരങ്ങളുടെ റേറ്റ് കുറയ്ക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ നടന്മാർക്കും നടിമാർക്കും ഒരേപോലെ തുല്യ പ്രാധാന്യമുള്ള വേഷം അഭിനയിച്ചാൽ പോലും ഒരേ വേതനം എന്ന് പറയുന്ന സ്വപ്നം മാത്രമാണ്. അപ്പോൾ സിനിമാ രംഗത്തേക്ക് വലിയ തോതിൽ പണം വന്ന് ചാടുന്നുണ്ട്. ആ പണം സിനു പറഞ്ഞതുപോലെ പണം ഇറങ്ങി നഷ്ടമുണ്ടാക്കുന്നുണ്ട്. കുറേ പണം സിനിമ പിടിച്ചു പോയി എന്ന് കണക്കിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടാവാം. പിന്നെ ഈ നേരത്തെ തമിഴ്നാട്ടിലൊക്കെ 10-25 പേര് മാത്രം തിയേറ്ററിലുണ്ട്, പക്ഷേ അവിടുന്ന് 100 കോടി കിട്ടി അല്ലെങ്കിൽ 10 കോടി കിട്ടി എന്ന് കണക്ക് കാണിക്കുന്നു. അപ്പോൾ എവിടെയോ ഇരിക്കുന്ന ഒരു പണം തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഓവർസീസ് ഓടി കിട്ടിയ കാശാണ് എന്ന് കണക്കിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കണക്കിൽ കാണിച്ചത് വൈറ്റ് മണിയായി. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഹവാലയും മറ്റ് കള്ളപ്പണ ഇടപാടുകളും റിയൽ എസ്റ്റേറ്റും ഒക്കെ വല്ലാതെ അസ്തമിച്ച കാലത്ത് ചിലർക്ക് മാത്രം, എല്ലാവർക്കൊന്നുമല്ല, ചിലർക്ക് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മേഖലയായി സിനിമ മാറുന്നുണ്ടോ എന്നുള്ള സംശയം ഈ കണക്കുകൾ കാണുന്ന ആർക്കും തോന്നും. അപ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ട് മറ്റേതും വായിക്കണം അല്ലേ, ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ അത്തരം ചില മാഫിയകൾ ഇവിടെ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ പലരും തുറന്നു പറഞ്ഞു. ഉറപ്പായിട്ടും നമുക്കിപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമുക്ക് സിനിമയെ അങ്ങനെയൊന്നും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ജീവിതമാണ്. മാത്രമല്ല മനോഹരമായ കലാസൃഷ്ടി. ഇപ്പോൾ MD ഇന്നലെ മരിച്ചുപോയി, അല്ലെങ്കിൽ കാലം കടന്നുപോയ ആ MDയുടെ ഒക്കെ എത്ര സിനിമകളൊക്കെ MDയുടെ മാത്രമല്ല, ഇപ്പോൾ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ പട്ടിക നോക്കുമ്പോൾ 2018 ഉണ്ട്, മാളികപ്പുറമുണ്ട്, പിന്നെ ഈ സമീപകാലത്ത് വന്ന എന്താണ് മറ്റേ ബേസിലിൻ്റെ കുറേ സിനിമ 2018 എന്തായിരുന്നു ലൈക്ക് ഒരു കാലം സൃഷ്ടിച്ച സിനിമ. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. നല്ല സിനിമകളെന്ന് പറയാവുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഒരു നല്ല മിടുക്കരായ, ഞാൻ പറഞ്ഞില്ലേ 11 ഹിറ്റുകൾ ഉണ്ടായാലും 8 ചെയ്തത് യുവ സംവിധായകന്മാരാണ്. അപ്പോൾ സിനിമാ രംഗത്ത് വരുന്ന മിക്കവാറും എല്ലാ ആളുകളും നല്ല ഇൻറ്റൻഷനോട് വരും. അപൂർവം ചില ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നത് നിർമ്മാതാക്കളും പറയുന്നുണ്ട്. സിനിമാ രംഗത്ത് ഡ്രഗ്സിനെ കുറിച്ച് പറയുന്ന നിർമ്മാതാക്കളുടെ സംഘടനയാണ്. അപ്പോൾ സിനിമയെ വല്ലാണ്ട് ചിലതിനൊക്കെ മറയാക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ സിനിമയിൽ കയറി ഇടപെട്ട് ആളുകൾ ഈ അലവലാതി സിനിമകളൊക്കെ വന്നാലുള്ള കുഴപ്പമെന്നറിയോ? ചിലർ പറയും രാവിലെ നേരം വെളുത്ത് ഒരു പന്ന ചായ കുടിച്ച് ആ ദിവസം പോയി. അങ്ങനെ ഈ തല്ലിപ്പൊളി സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലെത്തുന്ന ആളുകളുടെ എത്ര പണമാണ് പോകുന്നത്? ഒരു സിനിമ കാണാൻ ഒരു ഫാമിലി പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ മിനിമം 1000 രൂപ ചിലവാണ് അല്ലേ? അവർ 2-3 പേര് 4 പേര് പോയി സിനിമ കാണുന്നു, പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ യാത്രാ എക്സ്പെൻസ്, അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ലഘുഭക്ഷണം കഴിച്ചാൽ അതിൻ്റെയൊക്കെ ചിലവിടെ കൂട്ടുമ്പോൾ ഈ നഷ്ടം എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെ നഷ്ടം മാത്രമല്ല, പ്രേക്ഷകൻ്റെ പോക്കറ്റിലെ കാശ് നഷ്ടം കൂടെ കൂട്ടുമ്പോൾ ഹ്യൂജ് നഷ്ടമാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ ചില ആളുകൾക്ക് ചില താല്പര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നൊരു മേഖലയാണെന്ന് പൊതുവിൽ ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളാൻ പറ്റില്ല. കാരണം സംശയം സ്വാഭാവികമാണ്. ഇത്രയും വലിയ നഷ്ടം ഉണ്ടായിട്ട് പിന്നെ സിനിമ എടുക്കുന്നത്. പിന്നെ പ്രേക്ഷകൻ്റെ സംശയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഡൽഹിയിൽ PVR ഒരു പുതിയ സംവിധാനം കൊണ്ടുവരിക. നമ്മൾ സിനിമ ടിക്കറ്റ് എടുക്കുമ്പോൾ 10% കൂടുതൽ റേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാശ് തിരിച്ചു തരും. അതായത് നമ്മൾ സിനിമ കണ്ടിട്ട് നമ്മൾ ആദ്യത്തെ 25 മിനിറ്റ് കൊണ്ട് ഈ സിനിമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോത്താൽ ഏതാണ്ട് 60% പൈസ നമ്മുടെ അക്കൗണ്ടിൽ തിരിച്ചു വരും ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ. അതുപോലെ 50 മിനിറ്റിനുള്ളിലാണെങ്കിൽ 50% സിനിമ പൈസ തിരിച്ചു കിട്ടും. 50 മുതൽ 75 ശതമാനത്തിനുള്ളിലാണ്. 30% തിരിച്ചു കിട്ടും നമ്മൾ ഇൻ്റർവെല്ലിന് ശേഷം ഇറങ്ങിപ്പോയാൽ.
അങ്ങനെയൊക്കെ ചില പരിഷ്കാരം ഇത് കൃത്യമായിട്ട് വന്നിട്ടില്ല, ഇതിങ്ങനെയാണ് കേൾക്കുന്നത്. PVR ഇപ്പോൾ ഡൽഹി നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു സിനിമ കണ്ട് പന്ന സിനിമ കണ്ട് കയ്യിൽ കാശ് പോയി എന്നുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് എന്ന് സിനിമ എക്സിബിറ്റേഴ്സിന് തോന്നുന്നു എന്നുകൊണ്ടാണ് PVR ഇങ്ങനൊരു തീരുമാനമായിട്ട് വരുന്നത് കേൾക്കുന്നത്. ഏതായാലും സിനിമ ഇപ്പോൾ നമ്മളിപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയാണല്ലോ വരുന്നത്. മോഹൻലാലിൻ്റെ ഒരു സിനിമ ഒരുപാട് കാലത്തിന് ശേഷമാണ് വരുന്നത്. മോഹൻലാലിൻ്റെ സിനിമ എന്നതിന് അപ്പുറത്തേക്ക് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയും കൂടിയാണ്. അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് വലുതാണ്. എനിക്ക് തോന്നിയിട്ട് മോഹൻലാലിൻ്റെ ഇപ്പോൾ വാലിബൻ അല്ലേ, മലൈക്കോട്ട വാലിബൻ ഭയങ്കര എക്സ്പെക്റ്റേഷനായിരുന്നു സിനിമ. അതെ. അതുപോലെ മറ്റേ സിനിമയുണ്ടല്ലോ ഒടിയൻ, ഭയങ്കര എക്സ്പെക്റ്റേഷനായിരുന്നു. അങ്ങനെ ഓവർ എക്സ്പെക്റ്റേഷൻസ് കൊടുക്കുന്ന മോഹൻലാലിൻ്റെ സിനിമകൾക്ക് ഒരു തിരിച്ചടി സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. അതേസമയം ഒരുപാട് ഹൈപ്പ് കൊടുക്കാത്തൊരു സിനിമയായിരുന്നു നേര്. ആ സിനിമ വിജയിച്ചു. അതിനു മുമ്പ് ഒപ്പം എന്ന് പറയുന്ന സിനിമ വലിയ ഹൈപ്പില്ലായിരുന്നു. അപ്പോൾ ആളുകൾക്ക് എന്തിനാണ് അനാവശ്യമായ പ്രതീക്ഷകൾ കൊടുത്ത് അവരുടെ ധാരണകളെ ആകാശത്തോളം എത്തിച്ചത്? അതിനൊപ്പം കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ സിനിമ വീഴും. അത്തരം ഒരു ദുരന്തം മോഹൻലാൽ സിനിമകൾക്ക് പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കണം. പിന്നെ ഈ ബറോസ് പോലെയുള്ള ഒരു കഥ ഇപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തനൊക്കെ കണ്ട് ആസ്വദിച്ച ഒരു തലമുറ ഇപ്പോൾ കേരളത്തിലുണ്ടോ? പക്ഷേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ, ഇപ്പം ബാർബി പോലെയുള്ള സിനിമകൾ അല്ലേ, അല്ലെങ്കിൽ മറ്റേ ഈ അമാനുഷ ശക്തികൾ ബാറ്റ്മാൻ പോലെയുള്ള സിനിമകളൊക്കെ ഇപ്പോഴും വിദേശത്ത് വരുന്ന ഇവിടെ ഹിറ്റാവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഒരു ഹീറോയിസം പറയുന്ന ഒരു സിനിമ, കൃഷ് പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ മറ്റേ മിന്നൽ മുരളി പോലെയുള്ള സിനിമകൾ ഭയങ്കര വിജയമാണ്. അപ്പോൾ അതേ പക്ഷെ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമ ഒരു കുട്ടികളുടെ സിനിമ മാത്രമായിരുന്നില്ല. പക്ഷേ ബറോസ് കുട്ടികളെ ലക്ഷ്യമാക്കി ഉണ്ടാക്കിയ സിനിമയാണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ കുട്ടികൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വരത്തില്ലല്ലോ, കുട്ടികളുടെ പേരൻസ് ഉണ്ടാവും. അപ്പം പേരൻസിന് കൂടെ ഇഷ്ടപ്പെടുന്ന ചില ഫീച്ചേഴ്സ് ആ സിനിമയ്ക്ക് സ്വാഭാവികമായും വേണം അല്ലേ, എങ്കിലേ അവർക്ക് എൻഗേജ് ആകാൻ പറ്റുള്ളൂ. അതൊക്കെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ബറോസിന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അതിൻ്റെ റിവ്യൂ ഘട്ടത്തിൽ പരിശോധിക്കട്ടെ. ഏതായാലും മോഹൻലാലിൻ്റെ സിനിമ മോഹൻലാൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ വലിയ ദൃശ്യ വിസ്മയം എന്ന തരത്തിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. 3D ഒക്കെ അപാര ഇഫക്റ്റുള്ള 3D ആണെന്ന് പറയുന്നത്. ഒരു വൺ ടൈം മൂവിയാണ് ബറോസ്. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമ, പക്ഷേ മോഹൻലാലിൻ്റെ ഒരു അഭിനയ തികവൊക്കെ കാണാൻ മലയാളി, നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നരനെക്കുറിച്ച് സംസാരിച്ചു. അതെ. അപ്പോൾ മോഹൻലാലിൻ്റെ ആ അഭിനയ ശേഷി മുഴുവൻ, ദ കംപ്ലീറ്റ് ആക്ടർ എന്ന നിലയിൽ മോഹൻലാലിനെ പൂർണ്ണമായും എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു സിനിമ വരാൻ നമ്മൾ ഇനി എത്ര കാലം കാത്തിരിക്കണം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.